ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇസമോള് ചെറിയമ്മൻ്റെ കൂടെ പോയിട്ട് മീനൊക്കെ വാങ്ങി വരുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ചെറിയമ്മൻ്റെ കയ്യിലല്ലേ, ആ സമയം കൊണ്ട് മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കാന്ന്. അങ്ങനെ നേരെ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ മുറ്റടിക്കുന്ന ചൂല് കണ്ടിട്ട് 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയ ചൂലാന്നുള്ളത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാ സ്ഥലങ്ങളിലൊന്നും ഈ ഒരു ചൂല് ഉപയോഗിക്കാറില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മുറ്റടിക്കാൻ വേണ്ടി അവരൊക്കെ ഈർക്കിലി ചൂലാണ് അധികം ഉപയോഗിക്കാറ് എന്ന്. എന്താണെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് കവുങ്ങിൻ്റെ പട്ട കൊണ്ട് ഉണ്ടാക്കിയ ചൂലാട്ടോ. ഇതാകുമ്പോൾ നല്ല സ്ട്രോങ്ങും ആണ്, അതേപോലെ തന്നെ മുറ്റടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആവുകയും ചെയ്യും. അങ്ങനെ മുറ്റടിയും കഴിഞ്ഞ് കിണറ്റിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കോരി മുഖമൊക്കെ കഴുകി വന്നിട്ട് ഒരു ചായ ഇട്ടങ്ങ് കുടിച്ചു. കാരണം ഇന്ന് മധുരമുള്ള പലഹാരമായതുകൊണ്ട് തന്നെ രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ചേരം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കൂടെ ഉണ്ടാക്കി കുടിച്ചിട്ട് അടുക്കളയിൽ കയറിയിട്ട് ചോറിന്റെ പരിപാടി തുടങ്ങി. ആദ്യം തന്നെ ഇന്നലെ മസാല വെട്ടി വെച്ചിട്ടുള്ള 2-3 ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഇട്ടു. എന്നിട്ട് ഒരു കുക്കറിനകത്ത് പരിപ്പും തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ കൂടിയിട്ട് വേവിച്ചു. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാല കൂടെ ഉണ്ടാക്കി. മസാല എന്ന് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കുറച്ച് ജീരകവും കൂടെ മിക്സിനകത്ത് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് കടുകും വറ്റൽമുളകും ഇട്ട് വറവിട്ടതിനകത്തേക്ക് നമ്മുടെ മസാലയും കുറച്ച് മഞ്ഞപ്പൊടിയും കറിവേപ്പിലും ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് പരിപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് കറി റെഡിയായി. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയിട്ടുള്ള പാത്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആരെയും കാത്തിക്കാനുള്ള ക്ഷമയില്ലാന്നൊന്നും പറയണ്ട. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ എന്റെ ഫുഡ് എടുത്തങ്ങ് കഴിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് ചെടപടയെന്ന് പറഞ്ഞൊരു റെഡിയാവലായിരുന്നു. കാരണം കുറ്റ്യാടി പോകേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് തന്നെ വേഗം ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് സിയമോളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ അവിടുന്ന് കൂട്ടിയിട്ട് ഞങ്ങൾ കുറ്റ്യാടിക്ക് പോയി. പിന്നെ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല കോട്ടൺ മെറ്റീരിയലും കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പൊ ലിങ്ക് മോളായി ടാഗ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ.